ഹലോ ഓൾ. SSLC ക്ലാസ് 10ന്റെ ഹിസ്റ്ററിയിലുള്ള ചാപ്റ്റർ 7 ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് തിരുവനന്തപുരത്തെ മണക്കാടുള്ള നളന്ദ സെന്ററിന്റെ കീഴിലാണ്. ഇവിടെ 10th സയൻസിനും അതേപോലെ 11th and 12th എൻട്രൻസ് ഓറിയന്റഡ് ബയോളജി ആൻഡ് കെമിസ്ട്രിക്കും അഡ്മിഷൻസിനായിട്ട് വിളിക്കേണ്ട നമ്പർ 9895644616. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ 3 ഓഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അത് കഴിഞ്ഞിട്ട് നമുക്കിനി നോക്കാനുള്ളത് എന്താണ്, ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം ഇന്ത്യ എന്തൊക്കെ പരിപാടികളാണ് മെയിൻലി ഫോക്കസ് ചെയ്തേണ്ടത്. അപ്പൊ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പേസ് റിസർച്ചിനെ പറ്റിയിട്ടാണ്. അപ്പൊ സ്പേസ് റിസർച്ച്, ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആയതിനു ശേഷം സ്പേസിന്റെ റിസർച്ച് ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ കാശ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ, അതേപോലെ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്പേസ് റിസർച്ച് ഒക്കെ ചെയ്യുന്നതിന് വല്ല പ്രയോജനമുണ്ട്? ഇത്രയും പേര് വെറുതെ പട്ടിണി കിടക്കുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി ഉണ്ട്. കാരണം നമ്മുടെ ക്ലൈമറ്റിനെ കുറിച്ച് അറിയാനാണെങ്കിലും നമ്മുടെ സെക്യൂരിറ്റിനെ കുറിച്ച് അറിയാനാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ സ്പേസ് എക്സ്പ്ലോറേഷൻസ് എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു മേഖലയാണ്, വിച്ച് വിൽ ബി വെരി വെരി ബെനിഫിഷ്യൽ ഫോർ us. ഓക്കെ, സോ ഇൻഡിപെൻഡന്റ് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറെ സ്പേസ് എക്സ്പ്ലോറേഷൻസും അതേപോലെ എക്സ്പെരിമെന്റ്സും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 1962 നെഹ്റു, ജവഹർലാൽ നെഹ്റു അദ്ദേഹം എന്താ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിക്രം സാരാഭായി അദ്ദേഹം ഭയങ്കര വലിയ ഒരു സയന്റിസ്റ്റുമാണ്, അതേപോലെ തന്നെ ടെക്നിക്കൽ എക്സ്പേർട്ടും ആണെന്ന് പറയാം. അപ്പൊ വിക്രം സാരാഭായി അദ്ദേഹത്തിന്റെ അഡ്വൈസ് പ്രമാണിച്ചിട്ട് ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്തു, ഒരു കമ്മിറ്റി സെറ്റപ്പ് ചെയ്തു. എന്ത് കമ്മിറ്റിയാ? ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്, ഇൻകോസ്പാർ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി സെറ്റപ്പ് ചെയ്തു, ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ്. അത് കഴിഞ്ഞിട്ട് ഇത് 1962 ചെയ്തത്. എന്നിട്ട് ഒരു 1969 ആയപ്പോഴത്തേക്കും ഇസ്രോ, ISRO, അതായത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, സ്പേസ് റിസർച്ചിനെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലീഡറായിട്ട് നിന്ന് സ്പേസ് റിസർച്ചിനെ പറ്റിയിട്ട് നോക്കാനായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എവിടെയാണുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, തുമ്പ. തിരുവനന്തപുരത്തിന്റെ അടുത്ത് തുമ്പയിലാണ് ഫസ്റ്റ് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഉള്ളത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? ഇൻകോസ്പാർ സെറ്റപ്പ് ചെയ്തു 1962. എന്നിട്ട് 1969 ഇസ്രോ സെറ്റപ്പ് ചെയ്തു ഇൻ ഓർഡർ ടു ലീഡ് ദ സ്പേസ് റിസർച്ച്. അത് കഴിഞ്ഞിട്ട് തുമ്പ, വിച്ച് ഇസ് എ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ, തിരുവനന്തപുരത്ത് സെറ്റപ്പ് ചെയ്തു. എന്നിട്ട് ഇന്ത്യയുടെ കുറെ സ്പേസ് റിസർച്ച് എക്സ്പേർട്സിന്റെ ഒക്കെ ഒരു പരിശ്രമത്തിന്റെ ഒരു ഫലമായിട്ട് നമ്മുടെ ഫസ്റ്റ് സാറ്റലൈറ്റ് ആയ ആര്യഭട്ട, ഫേമസ് മാത്തമെറ്റീഷ്യൻ ആയിരുന്നു, അസ്ട്രോണമർ ആയിരുന്നു ആര്യഭട്ട, അദ്ദേഹത്തിന്റെ പേരോട് കൂടിയിട്ടുള്ള ഫസ്റ്റ് സാറ്റലൈറ്റ് 1975 ലോഞ്ച് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് കുറെ സാറ്റലൈറ്റ്സും സ്പേസ് വെഹിക്കിൾസും അതേപോലെ റോക്കറ്റ് ലോഞ്ചേഴ്സും ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ശരിക്കും ജവഹർലാൽ നെഹ്റു പണ്ട് തന്നെ എന്താ പറയാ, നമ്മളിങ്ങനെ ഫാർ സൈറ്റഡ്നെസ് എന്ന് പറയാം, നമ്മൾ ഭാവിയിലേക്കുള്ളത് മുൻകൂട്ടി കണ്ടത് കൊണ്ടാണ്, ഭാവിയിൽ നമ്മൾ സ്പേസ് റിസർച്ചിൽ ഒന്നാമതായി വരണം എന്നുള്ളത് മുൻവിധിയോടുകൂടി അങ്ങനെ ഫാർ സൈറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തത് കൊണ്ടാണ് എന്താ പറയാ, നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഡെവലപ്പിംഗ് നേഷന് ഇത്രയും സാറ്റലൈറ്റ്സ് ഒക്കെ ലോഞ്ച് ചെയ്യാനുള്ള കേപ്പബിലിറ്റി കിട്ടിയത് തന്നെ. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ബിക്കേം വൺ ഓഫ് ദ ഫസ്റ്റ് ഡെവലപ്പിംഗ് നേഷൻസ്. ഡെവലപ്ഡ് നേഷൻസ് ഇടയ്ക്കിടയ്ക്ക് അയക്കും, പക്ഷെ ഡെവലപ്പിംഗ് നേഷൻ ആയിട്ടും ഇന്ത്യക്ക് ഇങ്ങനെ സാറ്റലൈറ്റ്സ് ഉണ്ടാക്കാനും ലോഞ്ച് ചെയ്യാനും പറ്റിയത് ജവഹർലാൽ നെഹ്റു 1960s തൊട്ടേ പരിശ്രമിച്ചതിന്റെ ഭാഗമാണ് എന്ന് പറയാം. ഇതേപോലെ കുറെ റിസർച്ച് സെന്റേഴ്സും കമ്മിറ്റീസും അതേപോലെ ഓർഗനൈസേഷൻസും ഉള്ളതിന്റെ പേരിലാണ് നമുക്ക് ഇത്ര അഡ്വാൻസ്മെന്റ് ചെയ്യാൻ പറ്റിയത്. ഇപ്പൊ നമ്മുടെ ISRO മാത്രമല്ല, വേറെ പല ഏജൻസീസും നമ്മളെ സാറ്റലൈറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ NRSA, അതേപോലെ PRL എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. NRSA എന്ന് പറഞ്ഞാൽ നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി, PRL എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. സോ അങ്ങനെ കുറെ ഇപ്പൊ ഏജൻസീസും അതേപോലെ ബാക്കി ഫേംസും എല്ലാവരും മിസൈൽസ് ഡെവലപ്പ് ചെയ്യാനും സാറ്റലൈറ്റ് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ത്യക്ക് മിസൈൽ ടെക്നോളജിയും ഭയങ്കര അഡ്വാൻസ്ഡ് ആണ് ഇപ്പൊ. അപ്പൊ അഗ്നി, പൃഥ്വി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മിസൈൽസ് ഇന്ത്യയുടെ സ്വന്തം, ഇന്ത്യ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത സംഭവം മിസൈൽസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഡോക്ടർ രാജാ രമണ്ണ, അതേപോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം ഒക്കെയാണ് അറ്റോമിക് എനർജി സെക്ടറിലെ ഇന്ത്യയുടെ എക്സ്പെരിമെന്റ്സ് എല്ലാം ലീഡ് ചെയ്യുന്ന ആൾക്കാര്. ഡോക്ടർ രാജാ രമണ്ണ, അതേപോലെ ഡോക്ടർ APJ അബ്ദുൽ കലാം, അദ്ദേഹമൊക്കെയാണ് അറ്റോമിക് എനർജി സെക്ടറിൽ എക്സ്പെരിമെന്റ്സ് എല്ലാം ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പൊ നമ്മൾ ഇതുവരെ എന്താ പഠിച്ചത്? ഇൻകോസ്പാർ ഡെവലപ്പ് ചെയ്തത്, ISRO ഡെവലപ്പ് ചെയ്തത്, അത് കഴിഞ്ഞിട്ട് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഡെവലപ്പ് ചെയ്തത്, അത് കഴിഞ്ഞിട്ട് എന്താ പഠിച്ചത്? ഫസ്റ്റ് സാറ്റലൈറ്റ് ആയ ആര്യഭട്ട ഡെവലപ്പ് ചെയ്തത്, പിന്നെ കുറെ സ്പേസ് വെഹിക്കിൾ റോക്കറ്റ് ലോഞ്ചേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തത്, പിന്നെ NRSA അതേപോലെ PRLന്റെ കാര്യം, പിന്നെ മിസൈൽസ് ഡെവലപ്പ് ചെയ്തത് വിച്ച് ഇസ് അഗ്നി ആൻഡ് പൃഥ്വി. അതിന്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ ആരാണ്? അതേപോലെ അറ്റോമിക് എനർജി സെക്ടറിലെ റിസർച്ചസ് ആരൊക്കെയാണ്, എക്സ്പെരിമെന്റ്സ് എല്ലാം ആരൊക്കെയാണ് ലീഡ് ചെയ്തിട്ട് കണ്ടക്ട് ചെയ്തിരുന്നത്. ഇത്രയും സംഭവങ്ങൾ പഠിച്ചു. ഇനി എന്താണ്? ഇപ്പോഴും ഈ പറയുന്നത് പോലെ പുതിയ സ്പേസ് മിഷൻസ് ഉണ്ട്, ലൈക് ചന്ദ്രയാൻ ഉണ്ട്, മംഗൾയാൻ ഉണ്ട്, ഒക്കെ നമുക്ക് ടോട്ടലി എന്താ പറയാ, നമ്മൾ കടക്കാത്ത മേഖലകളിലൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രനിലേക്ക് പോകുന്നുണ്ട്, ചൊവ്വയിലേക്ക് പോകുന്നുണ്ട്, അങ്ങനെ ടോട്ടൽ ഡിഫറെന്റ് സ്പേസ് എക്സ്പ്ലോറേഷൻസിന്റെ കുറെ പ്രോജക്ട്സ് നമ്മൾ ഏറ്റെടുക്കുന്നുണ്ടെന്ന് പറയാം. ചന്ദ്രയാൻ എന്ന് പറയുന്നത് 2008 ഫസ്റ്റ് വന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് ലൂണാർ മിഷൻ എന്ന് പറയുന്നത്. അത് വന്നതോടു കൂടി തന്നെ വിത്ത് ദിസ് ഇന്ത്യ ബിക്കെയിം എ ഫസ്റ്റ് മെമ്പർ ഇൻ ദ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ഭയങ്കര ഒരു എന്താ പറയാ, വളരെ കുറവ് രാജ്യങ്ങൾ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ലൂണാർ ഓർബിറ്റിലേക്ക് ഒരു സ്പേസ് ഷട്ടില് അയച്ചേക്കണേ. അത് ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ചൈന, ജപ്പാൻ, ഇത്രയും ആൾക്കാർ മാത്രമേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പേസ് ഷട്ടില് നമ്മുടെ ലൂണാർ ഓർബിറ്റിലേക്ക് അയച്ചുള്ളൂ. ആ ഗ്രൂപ്പിന്റെ കൂടെ നമ്മളും മെമ്പർ ആവാൻ കാരണം നമ്മുടെ ചന്ദ്രയാൻ മിഷനാണ്. അതേപോലെ മംഗൾയാൻ സ്പേസ് മിഷൻ എന്ന് പറഞ്ഞിട്ട് മാർസിലേക്കും ഇന്ത്യ അയച്ചിട്ടുണ്ട്. അതില് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഇന്ത്യൻ മെയ്ഡ് സ്പേസ് ഷട്ടിലാണ് വിച്ച് ഹാസ് കവേർഡ് ദ ലോങ്സ്റ്റ് ഡിസ്റ്റൻസ് ഇൻ സ്പേസ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ദൂരം പോയിരിക്കുന്നത് മംഗൾയാൻ എന്ന് പറയുന്ന ഇന്ത്യൻ മെയ്ഡ് സ്പേസ് ഷട്ടിലാണ്. അപ്പൊ ഇന്ത്യ ഇതേപോലെ തന്നെ കുറെ എക്സ്പെരിമെന്റ്സും അതേപോലെ തന്നെ കുറെ പ്രോജക്ട്സും ഇപ്പൊ ഏറ്റെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇൻ ദ സ്പേസ് റിസർച്ച് ഫീൽഡ്. അപ്പൊ സ്പേസ് റിസർച്ചിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? ഫസ്റ്റ് നെഹ്റു വിക്രം സാരാഭായിയുടെ അഡ്വൈസോടുകൂടി ഇൻകോസ്പാർ ഡെവലപ്പ് ചെയ്തത്, പിന്നെ ISRO ഡെവലപ്പ് ചെയ്തത്, പിന്നെ തുമ്പ ഡെവലപ്പ് ചെയ്തത്, ആര്യഭട്ട സാറ്റലൈറ്റിന്റെ കാര്യം, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമ്മൾ കുറെ റോക്കറ്റ് ലോഞ്ച്, സ്പേസ് വെഹിക്കിൾസ്, സാറ്റലൈറ്റ്സ് എല്ലാം ഡെവലപ്പ് ചെയ്തത്, പിന്നെ NRSA പോലത്തെ ഏജൻസീസിന്റെ കാര്യം വിച്ച് ഇസ് NRSA, PRL പോലെ, പിന്നെ മിസൈൽസിന്റെ ഡെവലപ്മെന്റ് വിച്ച് ഇസ് അഗ്നി പൃഥ്വി പോലത്തെ മിസൈൽസ്, അതേപോലെ അറ്റോമിക് എനർജി സെക്ടറിൽ കുറെ എക്സ്പെരിമെന്റ്സ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്, പിന്നെ നമ്മുടെ പുതിയ സ്പേസ് മിഷൻസ് ആയ ചന്ദ്രയാൻ, മംഗൾയാൻ പോലത്തെ കാര്യങ്ങൾ, അതേപോലെ തന്നെ പിന്നീട് നമ്മള് we have got into as a member of very coveted group, ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് വിച്ച് ഇസ് അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ചൈന ആൻഡ് ജപ്പാൻ. അവരുടെ കൂടെ എന്തുകൊണ്ടാണ് നമ്മൾ മെമ്പേഴ്സ് ആയത്? ബിക്കോസ് ഇന്ത്യ വാസ് ഏബിൾ ടു സെൻഡ് ഔട്ട് എ സാറ്റലൈറ്റ് സ്പേസ് ഷട്ടിൽ ടു ദി ലൂണാർ ഓർബിറ്റ്. അതുകൊണ്ട് we have been able to get into that പെർട്ടിക്കുലർ ഗ്രൂപ്പ്. അതേപോലെ മംഗൾയാൻ എന്ന് പറയുന്ന ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ഷട്ടിൽ ആണ് മാർസിലേക്കാണ് നമ്മൾ മംഗൾയാൻ വിട്ടിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഹാസ് കവേർഡ് എ വെരി ലോങ് ഡിസ്റ്റൻസ് ഇൻ സ്പേസ് പറഞ്ഞിട്ട് പറയാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ആദ്യം തന്നെ ഡോക്ടർ DS കോത്താരി എന്ന് പറയുന്ന ഒരു വലിയ എഡ്യൂക്കേഷനിസ്റ്റ്, ഭയങ്കര നല്ലൊരു വിഷനിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഫസ്റ്റ് പറയാനുണ്ടായിരുന്നത്. അപ്പൊ ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യയുടെ ഭാവി എന്ന് പറയുന്നത് എവിടെയാണ് ഷേപ്പ് ആവുന്നത്? ഇൻ ഹെർ ക്ലാസ് റൂംസ്, ക്ലാസ് മുറികളിലാണ് നമ്മുടെ ഇന്ത്യയുടെ ഭാവി നിശ്ചയിപ്പിക്കപ്പെടുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പൊ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇന്ത്യയുടെ ഭാവി അത്രയും ശോഭനമായിരിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ ഡോക്ടർ DS കോത്താരിയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഇന്ത്യയില്
നമ്മുടെ എഡ്യൂക്കേഷനെ കുറിച്ച് നന്നായിട്ടൊന്ന് പഠിക്കാനായിട്ട്, കോംപ്രിഹെൻസീവ് ആയിട്ട് എല്ലാ മേഖലകളും എഡ്യൂക്കേഷൻ എവിടെയൊക്കെ പ്രൊവൈഡ് ചെയ്യണം, എങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യണം എന്നൊക്കെ പഠിക്കാനായിട്ട് ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കമ്മീഷന്റെ ചെയർമാൻ ആയിട്ട് ആണ് ഡോക്ടർ DS കോത്താരി ഉണ്ടായിരുന്നത്. സോ ഹി വാസ് അപ്പോയിന്റഡ് ആസ് എ ചെയർമാൻ ഓഫ് ദ കമ്മീഷൻ. വാട്ട് ഇസ് എ കമ്മീഷൻ ഫോർ ദ കോംപ്രിഹെൻസീവ് സ്റ്റഡി ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. അപ്പൊ അങ്ങനെ അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ എന്താ പറയാ കുറെ പോളിസി ചേഞ്ചസ് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് കുറെ സജഷൻസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഈ ഒരു കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. അപ്പൊ നമ്മുടെ കുറെ നാഷണൽ ലീഡേഴ്സിന് നന്നായിട്ട് അറിയാമായിരുന്നു ഈ എഡ്യൂക്കേഷൻ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്, ഒരു നേഷനെ ബിൽഡ് ചെയ്യാനായിട്ട് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എഡ്യൂക്കേഷൻ എന്നുള്ളത് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് തനതായ കുറെ പോളിസീസ് കൊണ്ടുവന്നു, നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിന് പറ്റുന്ന രീതിയിലുള്ള പോളിസീസ്. അപ്പൊ വെസ്റ്റേൺ യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് എഡ്യൂക്കേഷൻ കുറെ ഡിഫറെന്റ് ആണ്, പക്ഷെ ഇന്ത്യൻ സ്റ്റൈൽ കുറെ കൂടി ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ കാണാതെ പഠിക്കുന്ന സ്റ്റൈല്, അതേപോലത്തെ കുറെ സ്റ്റൈലുകളുണ്ട്. ഇന്ത്യൻ സിസ്റ്റം ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്രം വെസ്റ്റേൺ. കുറെ ഒക്കെ ഡിഫറൻസ് ഉണ്ട് ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. നമുക്ക് പണ്ടുണ്ടായിരുന്ന ഗുരുകുല സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോ അതേപോലെ തന്നെ കഴിവുള്ള പിള്ളേർക്ക് ഡിഫറെന്റ് സ്റ്റൈല്, അങ്ങനെ എന്താ പറയാ കുറെ കൂടി ഐക്യൂനനുസരിച്ചിട്ടുള്ള പഠിപ്പിക്കൽ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തനതായ കുറെ സ്റ്റൈലുകൾ ഉണ്ടായിരുന്നു. സോ ഇതിനൊക്കെ സ്യൂട്ട് ആവുന്ന രീതിയിൽ എന്തൊക്കെ പോളിസി ചേഞ്ചസ് കൊണ്ടുവരണം, എഡ്യൂക്കേഷണൽ പോളിസീസ് കൊണ്ടുവരണം എന്നുള്ളത് പല നാഷണൽ ലീഡേഴ്സും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. സോ നാഷണൽ ലീഡേഴ്സ് തന്നെ ദേ റെക്കഗ്നൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ നാഷണൽ ബിൽഡിംഗ്. അതിനനുസരിച്ചിട്ട് ദേ ഫോംഡ് എ ലോട്ട് ഓഫ് ഇൻഡിജിനസ് തനതായിട്ടുള്ള എഡ്യൂക്കേഷൻ പോളിസീസ് കൊണ്ടുവന്നു. ഈ എഡ്യൂക്കേഷൻ പോളിസീസ് ഒക്കെ നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിന്, ഇന്ത്യൻ സെറ്റപ്പിന് പറ്റുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ പോളിസീസ് ആയിരുന്നു. ഗവൺമെന്റ് ഈ പറയുന്ന പോലെ വീണ്ടും കുറെ കമ്മീഷൻസിനെ ഒക്കെ വെച്ചിട്ട് എന്താ പറയാ ഇന്ത്യൻ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് പഠിക്കാനും അവരുടെ റെക്കമെൻഡേഷൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്യാനും പറഞ്ഞു. അപ്പൊ അതില് 3 എണ്ണാണ് നമുക്ക് തന്നേക്കണേ, വിച്ച് ഇസ് രാധാകൃഷ്ണൻ മിഷൻ, ലക്ഷ്മണസ്വാമി മുതലിയാർ മിഷൻ, അതേപോലെ കോത്താരി മിഷൻ. അപ്പൊ രാധാകൃഷ്ണൻ മിഷനിൽ എന്താ പറഞ്ഞേക്കണേ, അത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എങ്ങനെയാണ് എന്നുള്ളത് പഠിക്കാനാണ്. അപ്പൊ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എങ്ങനെയാന്ന് പഠിച്ചിട്ട് എന്തൊക്കെ റെക്കമെൻഡേഷൻസ് അവർ കൊടുത്തു, കുറെ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. വിമൻ എഡ്യൂക്കേഷൻ നിങ്ങൾ എംഫസിസ് കൊടുക്കണം എന്ന് പറഞ്ഞു. മാത്രല്ല യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംഭവം, വിച്ച് ഇസ് UGC, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ, UGC ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. കോളേജസിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനും സിലബസും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് UGC എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ 3 എണ്ണമാണ് രാധാകൃഷ്ണൻ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് ആയിട്ട് പറഞ്ഞത്. എന്തിനെ കുറിച്ച് പഠിക്കാനാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ ഉണ്ടായിരുന്നത്, വിച്ച് ഇസ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ കുറിച്ച് പഠിക്കാൻ. അപ്പൊ അവരുടെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാ, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണം, വിമൻ എഡ്യൂക്കേഷനിൽ എംഫസിസ് കൊടുക്കണം, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്യണം, ഫോം ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ ഉള്ളത് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. അവരെന്താണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ പഠിക്കാനായിട്ട്. സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി സ്കൂളൊക്കെ ഇല്ല, അതുപോലത്തെ സംഭവങ്ങൾ പഠിക്കാനായിട്ട്. അപ്പൊ അവര് പറഞ്ഞു 3 ലാംഗ്വേജ് ഫോർമുല ഇംപ്ലിമെന്റ്, 3 ലാംഗ്വേജ്, 3 ലാംഗ്വേജും പഠിപ്പിക്കുന്നത്, ഇംപ്ലിമെന്റ് 3 ലാംഗ്വേജ് ഫോർമുല, എന്നിട്ട് ഫോം സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഫോം ചെയ്യണം എന്ന് പറഞ്ഞു. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ മാത്രല്ല എസ്റ്റാബ്ലിഷ് മൾട്ടിപർപ്പസ് സ്കൂൾ. അപ്പൊ പല തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് വേണം സ്കൂളുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനെന്ന് പറഞ്ഞു. ഇതേപോലെ ടീച്ചർ ട്രെയിനിങ്ങിന് ഒരു കൗൺസിൽ ഫോം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ 3 ലാംഗ്വേജ് ഫോർമുല എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞു, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഫോം ചെയ്യണമെന്ന് പറഞ്ഞു, മൾട്ടിപർപ്പസ് ആയിട്ടുള്ള സ്കൂൾസ് ഫോം ചെയ്യണമെന്ന് പറഞ്ഞു, ടീച്ചേഴ്സ് ട്രെയിനിങ് കൗൺസിൽ ഫോം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീടാണ് നമ്മുടെ കോത്താരി മിഷൻ. കോത്താരി കമ്മീഷനെ കുറിച്ചിട്ടാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. കോത്താരി കമ്മീഷൻ ഒരു നാഷണൽ പാറ്റേൺ, എഡ്യൂക്കേഷൻ ഒരു നാഷണൽ, ഇന്ത്യയിൽ മൊത്തമായിട്ട് ഒരേ പാറ്റേൺ കൊണ്ടുവരണം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള, അതിനെക്കുറിച്ച് പഠിക്കാനാണ്, അതിനെക്കുറിച്ച് പ്രപ്പോസ് ചെയ്യാനാണ് കോത്താരി കമ്മീഷൻ വന്നത്. അപ്പോൾ ഒരു എഡ്യൂക്കേഷന് ഒരു നാഷണൽ പാറ്റേൺ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് പ്രപ്പോസ് ചെയ്യാനാണ് കോത്താരി കമ്മീഷൻ വന്നത്. അപ്പൊ അവരുടെ പ്രകാരമാണ് 10 കഴിഞ്ഞിട്ട് +2 +3, 10 + 2
10+3 പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നത്. 10+1+2 ഒക്കെ ഇല്ലേ, അതൊക്കെ വന്നത് കോത്താരി കമ്മീഷൻ. അതൊക്കെ അവരുടെ ഒരു ഇംപ്ലിമെന്റേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇംപ്ലിമെന്റ് 10+1+2+3 അങ്ങനത്തെ പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ സെക്കൻഡറി ലെവലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ അപ്പൊ കുറെ കൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സെക്കൻഡറി ലെവലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള റെക്കമെൻഡേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല വാല്യൂ എഡ്യൂക്കേഷൻ എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ കോത്താരി കമ്മീഷന്റെ ഇത് പ്രകാരം 10th കഴിഞ്ഞ് +2 പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ടുവരാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ അവരുടെ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു. സ്റ്റാർട്ട് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ അറ്റ് സെക്കൻഡറി ലെവൽ ഇറ്റ് സെൽഫ്. അതേപോലെ ഫോക്കസ് ഓൺ വാല്യൂ എഡ്യൂക്കേഷൻ. ഇത്രയാണ് കോത്താരി കമ്മീഷന്റെ ഒരു റെക്കമെൻഡേഷൻസ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് അവര് ഒരു നാഷണൽ പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതിന് പ്രപ്പോസൽ കൊടുത്തത്. ഓക്കെ, അങ്ങനെ ഒരു നാഷണൽ പോളിസി പ്രൊപ്പോസ് ചെയ്തു. എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു നാഷണൽ പോളിസി 1986 അവര് അവസാനം ഫോർമുലേറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ വന്നത്? ഇൻ ഓർഡർ ടു പ്രിപ്പയർ ഇന്ത്യ പുതിയ ഒരു മില്യനത്തിലേക്ക് പോകുമ്പോൾ, 2000 എന്ന് പറയുന്ന പുതിയ മില്യനത്തിലേക്ക് പോകുമ്പോൾ ഇന്ത്യക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ, ഇന്ത്യക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ചാലഞ്ചസിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷനിലൂടെ നമുക്ക് ട്രൈ ചെയ്യാം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ കൊണ്ടുവന്നത്. അപ്പൊ ഈ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 എന്തൊക്കെ കൊണ്ടുവന്നു? ഫോക്കസിങ് ഓൺ പ്രൈമറി ആൻഡ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. പ്രൈമറി എഡ്യൂക്കേഷൻ വേണം, മാത്രമല്ല പ്രൈമറി എഡ്യൂക്കേഷൻ കഴിഞ്ഞാലും ഹൈസ്കൂളിലാണെങ്കിലും 12th 11th 12th അതേപോലെ കോളേജ് ലെവലിൽ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അതിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. ഇത് മാത്രമല്ല കുറെ നവോദയ വിദ്യാലയാസ് എല്ലാ ഡിസ്ട്രിക്റ്റിലും കൊണ്ടുവരണം. കുറെ കൂടി ചീപ്പറായിട്ട് കുറെ കൂടി ക്വാളിറ്റിയോടുകൂടിയുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം നവോദയ വിദ്യാലയത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നവോദയ വിദ്യാലയസ് എല്ലാ ഡിസ്ട്രിക്റ്റിലും വരണമെന്ന് പറയുന്നത്. ഗേൾസ് എഡ്യൂക്കേഷൻ നന്നായിട്ട് എൻകറേജ് ചെയ്യണം എന്നും ഈ ഒരു കമ്മീഷൻ, ഈ ഒരു നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷനിലുണ്ട്. അതേപോലെ തന്നെ ഒരു ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പ്രോഗ്രാം to universalize primary education and to improve infrastructural facilities in school. അതിനെ ലോഞ്ച് ചെയ്തു. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ലോഞ്ച് ചെയ്തു. ആ പരിപാടി എന്താണ്? പ്രൈമറി എഡ്യൂക്കേഷൻ എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സലൈസ് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരേപോലെ നടത്തിക്കൊണ്ടു പോകാനാണ് നമ്മൾ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞ സംഭവം ചെയ്തത്. ഇത് മാത്രമല്ല, അതിന്റെ വേറൊരു ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്കൂളുകളിലെയും ഇൻഫ്രാസ്ട്രക്ചർ, ഇപ്പൊ ടോയ്ലറ്റ് ആണെന്നുണ്ടെങ്കിലും ഈ സ്കൂളിംഗ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ ബ്ലാക്ക് ബോർഡ്സ് ആണെന്നുണ്ടെങ്കിലും ഫെസിലിറ്റീസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനും ഈ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പ്രോഗ്രാം വഴി അവര് പദ്ധതിയിട്ടിരുന്നു. അതിന്റെ ഒരു ലോഞ്ചും കൂടിയിട്ട് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷനിൽ നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയാം. ഓക്കെ, ഇങ്ങനെ ഈ കുറെ പുതിയ പോളിസീസ് എഡ്യൂക്കേഷന്റെ ഫീൽഡിൽ വന്നപ്പോ തന്നെ എഡ്യൂക്കേഷനിൽ റിമാർക്കബിൾ ചേഞ്ച് ആണ് ഉണ്ടായിരുന്നത്. ഒരു 2009 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വേറൊരു ലോയും കൂടി ഇറക്കി. എന്ത് ലോയാണ് പറഞ്ഞത്? എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, ആർക്കും അതിനെ നിഷേധിക്കാൻ പറ്റില്ല എന്നൊരു ലോയും കൂടിയിട്ട് എന്താ പറയാ 2009 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു പുതിയ ലോ ഉണ്ടാക്കി. അപ്പൊ നമുക്ക് എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് പഠിച്ചത്? ഫസ്റ്റ് ഡോക്ടർ DS കോത്താരി എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ചെയർമാൻ ആയിട്ട് ഉണ്ടായ ഒരു കമ്മീഷനെ കുറിച്ചിട്ട് പറഞ്ഞു. എഡ്യൂക്കേഷൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പഠിക്കുന്നതിനെ പറ്റിയിട്ടുള്ള കമ്മീഷന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, നാഷണൽ ലീഡേഴ്സ് എല്ലാവർക്കും നല്ല ബോധ്യം ഉണ്ടായിരുന്നു എഡ്യൂക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ പ്രോപ്പർ നേഷൻ ബിൽഡിംഗ്. അതുകൊണ്ട് തന്നെ അവർ പല എഡ്യൂക്കേഷൻ പോളിസീസും ഇന്ത്യൻ കോണ്ടെക്സ്റ്റിന് അനുസരിച്ചിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്ന പല കമ്മീഷൻസ് ആണ് രാധാകൃഷ്ണൻ കമ്മീഷൻ, ലക്ഷ്മണസ്വാമി കമ്മീഷൻ ആൻഡ് കോത്താരി കമ്മീഷൻ. പിന്നെ നമ്മൾ പഠിച്ചത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 ഉണ്ടാകുന്നതിനെ പറ്റിയിട്ടാണ്. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ പ്രസന്റ് ചെയ്തിരിക്കുന്ന കുറെ റെക്കമെൻഡേഷൻസ് ഉണ്ടായിരുന്നു. അതിൽ പ്രൈമറി എഡ്യൂക്കേഷൻ ആൻഡ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷന്റെ കാര്യവും ഗേൾസിന്റെ എഡ്യൂക്കേഷന്റെ കാര്യവും നവോദയ വിദ്യാലയയുടെ കാര്യവും അതേപോലെ തന്നെ നമ്മുടെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പ്രോഗ്രാമിന്റെ ലോഞ്ചിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു. അത് മാത്രമല്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2009
ഇറക്കിയിരിക്കുന്ന പുതിയ ഒരു ലോ വിച്ച് ഇസ് എഡ്യൂക്കേഷൻ ഇസ് ഓൾസോ എ ഫണ്ടമെന്റൽ റൈറ്റ് എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ഓഡിയോയിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് കൾച്ചറൽ അച്ചീവ്മെന്റ്സും അതേപോലെ ഫോറിൻ പോളിസി ആൻഡ് പഞ്ച്ഷീൽ പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ടാണ്.